إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അള്ളാഹുവുമായിട്ടുള്ള വിഷയങ്ങളിൽ, ഇബാദത്തുകളിലും അമലു സ്വാലിഹാത്തുകളിലുമൊക്കെ അലസത വെടിഞ്ഞ് സജീവമാകണം എന്നാണ് കഴിഞ്ഞ ഫത്വകളിലൊക്കെ സൂചിപ്പിച്ചത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ ആരും ആഗ്രഹിക്കുന്ന പരിശുദ്ധ റമദാനിൻ്റെ പകലുകളിലേക്കും രാവുകളിലേക്കും നമ്മൾ പ്രവേശിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ അതിന് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ റമദാൻ മുന്നിൽ വരുമ്പോൾ റമദാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും നമ്മളോട് ഓരോരുത്തരോട് തന്നെ ചോദിക്കേണ്ട സന്ദർഭമാണ്. നോമ്പിനെ വരവേൽക്കാൻ എല്ലാം ശുദ്ധമാക്കി വീടും പരിസരങ്ങളുമൊക്കെ വൃത്തിയാക്കിയൊക്കെ നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ പള്ളിയുടെ മുകൾ ഭാഗമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹല്ലിലെ നമ്മുടെ തന്നെ സഹോദരങ്ങൾ വൃത്തിയാക്കുകയുണ്ടായി. അള്ളാഹു അവർക്കൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിതിനൊക്കെ തയ്യാറെടുക്കുന്നത് റമദാനിലെ വരവേൽക്കാൻ കൂടിയാണ്. ഇബാദത്തുകളിൽ നമുക്കൊരു പുതിയ പ്ലാനൊക്കെ ഉണ്ടാക്കി അല്പസമയമൊക്കെ നമ്മുടെ മറ്റ് തിരക്കുകൾ മാറ്റിവെച്ച് ഈ റമദാനിൽ അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഹിസാബ്, നമ്മുടെ ഒരു കണക്ക് നോക്കാനൊക്കെ പാകപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മൾക്ക് മാറേണ്ടതുണ്ട്. തൗബ ചെയ്യാനും മനസ്സിനെ പാകപ്പെടുത്താനുമൊക്കെ ഈ റമദാൻ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഖുർആനിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നും
ഖുർആനിൻ്റെ വെളിച്ചം എങ്ങനെ ജീവിതത്തോട് ചേർത്ത് വെക്കാമെന്നുമൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സമയമാണ് വരാനുള്ളത്. കർമ്മനിരതമാവാൻ നമുക്കൊന്നൊരുങ്ങാൻ കൂടിയാണ്, നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കൂടിയാണ് റമദാൻ നമ്മിലേക്ക് വരുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദുനിയാവിനാവട്ടെ പരലോകത്തിനാവട്ടെ നന്നായി അധ്വാനിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് സത്യമാർഗത്തിൽ യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യുക, ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ, അങ്ങനെ നിങ്ങളെല്ലാം അല്ലാഹുവിൽ ബരമേൽപ്പിച്ച് അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ആ ഒരു കരുത്ത് കൈമോശം വരാതെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ, പക്ഷികളുടെ വയറ് നിറയുന്നത് പോലെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് പൂർത്തീകരിച്ചു തരുമെന്നാണ്. ജീവിക്കാനുള്ള പടാപാടിലാണ് നമ്മളൊക്കെ. നാളെ എങ്ങനെ ജീവിക്കും, നാളെ എന്ത് കഴിക്കും, എൻ്റെ മക്കൾക്ക് എന്ത് കൊടുക്കും, അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കും, നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെ നിറവേറ്റും, അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. റിസ്ക് എന്നത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ബർക്കത്താണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹ് നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ ജീവിക്കാൻ തവക്കുലാക്കിയിട്ടുണ്ട് എങ്കിൽ, എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കാൻ പറ്റുന്ന പാകത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നിങ്ങൾക്ക് ഒരു പക്ഷിയുടെ വയറ് നിറയുന്നത് പോലെ നിങ്ങളുടെ റിസ്ക് ഞാൻ പൂർത്തീകരിച്ചു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. തഗ്ദൂ ഹിമാസൻ വതറൂഹു ബിതാന, രാവിലെ അത് വയറ് കാലിയായിട്ടാണ് പുറത്തേക്ക് പറക്കുന്നത്. പക്ഷേ അത് തിരിച്ചു വരുമ്പോഴേക്കും അതിനാവശ്യമുള്ള വയറ് നിറഞ്ഞ് തൻ്റെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവുമൊക്കെയായി അത് തിരിച്ചു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് വലിയ പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ വേണ്ടി നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷയോടും സ്വസ്ഥതയോടുകൂടിയും ടെൻഷനില്ലാതെ ജീവിക്കാൻ ആർക്കാണ്? അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കാണ് എന്നതാണ്. അതിന് നമ്മുടെ ശരീരവും മനസ്സും ജീവിതവും കുടുംബവും ഒക്കെ നമ്മൾ പാകപ്പെടുത്തുക എന്നതാണ് ഈ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലതരത്തിലുള്ള ആനന്ദങ്ങളും ആഘോഷങ്ങളും നമ്മുടെ ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള രസങ്ങളുമൊക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാകും. ചുണ്ടിൽ വെക്കുന്നതും ശരീരത്തിൽ കുത്തിവെക്കുന്നതും കാഴ്ചകളിൽ നമുക്ക് ആനന്ദം നൽകുന്നതും കേൾവി കൊണ്ട് നമുക്ക് ആസ്വാദനം നൽകുന്നതും നമ്മുടെ സ്പർശനം കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പലതും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. പൈശാചികമായ സാഹചര്യങ്ങൾ നമ്മളെ വളരെ രസകരമായി തോന്നിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. പിശാച് തന്റെ തിന്മകൾ നമുക്ക് വലിയ ആനന്ദമായി തോന്നിപ്പിക്കുമെന്നാണ്. അത്തരം പിശാച് നമ്മെ അലസരാക്കുന്നതിൽ നിന്ന് കുതറിമാറാനുകൂടിയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോഴേ റമദാനിനെ നമുക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ, നിങ്ങൾ പിശാചിനെ കഠിനമായ ശത്രുവായി തന്നെ സ്വീകരിക്കുക. നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പൈശാചികമായ ശ്രമങ്ങൾ നിരന്തരമുണ്ടാകും. ദുനിയാവിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും. അത് കാരണം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇബാദത്തുകളിൽ അലസത വരുന്നുണ്ടോ? കൃത്യമായി ജമാഅത്തുകളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മുടെ ഉറക്കം ചിലപ്പോൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. മറ്റുള്ള തിരക്കുകളൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ചു വെക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സമയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് ഇബാദത്തുകൾ നഷ്ടപ്പെടുന്നുണ്ടോ, അതിൽ അലസത വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കറക്റ്റ് ചെയ്യുക. നമ്മുടെ ഇബാദത്തുകൾ എല്ലാം തന്നെ ഒരുതരം ആളെ കാണിക്കാനുള്ള കോലത്തിലാണോ പോകുന്നത്? കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് പുണ്യം കിട്ടണ്ടേ? അതാരെയും കാണിക്കാനല്ല, അത് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാക്കിയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നതാണ്. അള്ളാഹിനെ തന്നെ ഓർക്കാൻ നമ്മുടെ തിരക്കുകൾ കൊണ്ട് സമയം കിട്ടാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഒന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, അള്ളാഹുവിന്റെ കാര്യങ്ങളൊന്ന് മുഴുകാൻ, ഫീ സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാനൊക്കെ നമ്മുടെ സമ്പത്തോ നമ്മുടെ അധ്വാനമോ നമ്മുടെ ശരീരം കൊണ്ടോ സാധിക്കാതെ പോകുന്നുണ്ടോ? അതല്ല, നമുക്ക് അള്ളാഹുവിനെ മറക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ പിശാച് നമ്മളെ മറപ്പിച്ചു കളയുന്ന സാഹചര്യങ്ങളെയും ഗൗരവത്തിൽ കണ്ടാൽ മാത്രമേ ഈ റമദാനിനെ നമുക്ക് പ്രിയപ്പെട്ടവരെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, മുനാഫിക്കുകളെ കുറിച്ച്, മുനാഫിക്കുകളുടെ ലക്ഷണ
ലക്ഷണത്തെപ്പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മുനാഫിക്കുകളെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ മുശ്രിക്കുകളാണോ, അതല്ല മുസ്ലിമാണോ, അതല്ല ദീനിന്റെ സജീവമാണോ, അതല്ല വെറുതെ കാട്ടിക്കൂട്ടാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അത് അള്ളാഹുവും അവരുടെ മനസ്സും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അള്ളാഹ്ക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ചില ലക്ഷണങ്ങൾ നമ്മൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ്, അവർ അള്ളാഹനെ വഞ്ചിക്കുകയാണ്. വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ്. പക്ഷെ അവരുടെ മനസ്സിൽ ഈമാൻ ഉറപ്പായിട്ടില്ല. ഈമാൻ ശരിയായിട്ടുണ്ടായിരുന്നു എങ്കിൽ ദീനിന്റെ മറ്റു ഗുണങ്ങളൊക്കെ അയാളിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട മനുഷ്യരാണ് നമ്മളെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ ശരിയാകും, നമ്മുടെ അമലുകൾ ശരിയാകും, നമുക്ക് അമൽ സാലിഹാത്തുകൾ ഉണ്ടാകും, നമ്മുടെ നാവ് ശരിയാകും, നമ്മുടെ ചിന്തകൾ ശരിയാകും, നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ സ്വഭാവ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ ഉണ്ടാകും. നമ്മുടെ ഈമാൻ ശരിയല്ല, അതൊരു തരം നിഫാഖാണ്, കപടതയാണ്, ആളെ കാണിക്കാനാണ്, താൽക്കാലികമായ ലാഭത്തിനാണ്, ആളുകളെ ബോധ്യപ്പെടുത്താനാണ് എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അപ്പൊ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വഞ്ചിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറയുകയാണ്. പക്ഷേ അവർ അള്ളാഹുവിനാൽ വഞ്ചിക്കപ്പെടും എന്ന് ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. അവരുടെ നമസ്കാരത്തെ പറ്റി ഓർമ്മിപ്പിച്ചു. നമസ്കാരത്തിൽ നിന്ന ഒരു അലസതയാണ്, ഒരു ഉന്മേഷമൊന്നുമില്ല, എന്തോ ഒരു വെറുപ്പണി ചെയ്യണ പോലെയാണ് പലപ്പോഴും അവർക്ക് നമസ്കാരം. ഒരു ഭാരമാണ് അവർക്ക് നമസ്കാരം എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യുറാഊനന്നാസ്, ആളുകൾ എന്ത് പറയും? പള്ളി പോയില്ലെങ്കിൽ, പള്ളിയിൽ നിസ്കരിച്ചില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും? അല്ലെങ്കിൽ ഞാനൊരു നല്ല നിസ്കാരക്കാരനാണ് എന്ന് ആളുകൾ വിചാരിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മനസ്സിൽ അങ്ങനെ വരുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ നിഫാഖിന്റെ ലക്ഷണമായാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവർ അല്ലാഹുവിനെ വളരെ കുറച്ചു മാത്രമല്ലാതെ ഓർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആളെ കാട്ടിയിട്ട് അവരെങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവർ രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിനെ അവർ വഞ്ചിക്കുന്നു. ആ വഞ്ചനക്ക് കഠിനമായ ശിക്ഷ അവർക്കുണ്ടാകുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇബാദത്തിൽ അത്തരത്തിലുള്ള നിഫാഖ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും പരിശീലിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ നമസ്കാരം ഗഫലത്തിലാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, ആരാണ് വിജയിച്ച വിശ്വാസികൾ? മുഅ്മിനുകൾ ആരാണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരം നല്ല ഭക്തിയോടുകൂടിയായിരിക്കും. വല്ലദീന ഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവർ അതിന് വലിയ ശ്രദ്ധ കൊടുക്കും. നമസ്കാരത്തിൽ അവർ സൂക്ഷ്മത പുലർത്തും. നമസ്കാരമുണ്ട് എന്നത് ഗൗരവത്തിൽ കാണും. ജമാഅത്തിന്റെ കാര്യത്തിൽ അവർ പരമാവധി ശ്രദ്ധിക്കും. വീട്ടിലാണ് നമസ്കാരമെങ്കിലും അത് ഭക്തിയോടുകൂടി ആകാനുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ അലസരാകാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മളെടുത്ത് ഉണ്ടാകാം. സജീവമാകാൻ, ദീനിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ ആലോചിക്കുക. തിരക്കുകൾക്കിടയിൽ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ, ചതികളിൽ നമ്മൾ പെടാതിരിക്കുക. അതുപോലെ തന്നെ റബ്ബിനെ ഓർക്കാനുള്ള സമയം പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തുക എന്നതാണ്. റമദാനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തഖറബൽ അബ്ദു ഇലൈഹി ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാൻ എന്നാണ്. നമ്മളൊരു ചാൺ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ ദിക്റുകൾ കൊണ്ടോ ദുആകൾ കൊണ്ടോ ഇബാദത്തുകൾ കൊണ്ടോ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമയവും അധ്വാനവും സമ്പത്തും ഒക്കെ ചെലവഴിച്ചുകൊണ്ടൊക്കെ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിച്ചാൽ ഒരു ചാണെടുത്താൽ അല്ലാഹു നമ്മിലേക്ക് ഒരു മുഴമെടുക്കുമെന്നാണ്. ഇദാ തഖറബ ഇലൈഹി ദിറാൻ തഖറബ്തു മിൻഹു ബാൻ, നമ്മളൊരു ചാണെടുക്ക ഒരു മുഴമെടുക്കാൻ നിന്നാൽ അല്ലാഹു ഒരു വാര നമ്മളിലേക്ക് അടുക്കുമെന്നാണ്. വൈദാ അതാനി യംശി അതൈതുഹു ഹർവല, അവൻ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ നാവിലൂടെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹു നമുക്ക് ഈ തൊണ്ടനാടിയേക്കാൾ അടുത്ത് നിൽക്കുകയാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ അല്ലാഹു നമ്മിലേക്ക് അടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും, നമ്മുടെ റിസ്ക് പൂർത്തിയാക്കപ്പെടും, നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകും, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കും. ദുനിയാവും ആഖിറത്തിലും അല്ലാഹു നമുക്ക് രക്ഷ നൽകും എന്നതാണ് പ്രിയപ്പെട്ടവരെ. അതിന് നമ്മൾ ഒരു ശ്രദ്ധ, ഒരു ശ്രമം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. നോക്കൂ, അലസമായ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷയുണ്ടാകാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിനേന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ഹറം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, വൽ ബുഖ്ലി,
വഅഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ഹറമി വൽ ബുഖ്ലി. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിന് ദുർബലത ബാധിക്കുന്നത്, മനസ്സല്ല ആരോഗ്യം ഉണ്ടാവും പക്ഷേ ശരീരം ദുർബലമായി പോവുക, അജ്സ് ബാധിക്കുക, അശക്തനാകുക, എല്ലാത്തിനും ഒരു അലസത, ക്ഷീണം ബാധിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുക. വൽ കസ്ലി വൽ ജുബ്നി വൽ ഹറമി വൽ ബുഖ്ലി, അതുപോലെ തന്നെ പിശുക്കിൽ നിന്ന്, മടി ബാധിക്കുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ വാർദ്ധക്യത്തിന്റെ അവശതകളിൽ നിന്ന് പടച്ചോനെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ, എനിക്ക് ആഫിയത്ത് നൽകണേ, എനിക്ക് കാവൽ നൽകണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വഅഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി, പടച്ചോനെ ഖബറിൽ നിന്ന്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഫിത്തനകളിൽ നിന്ന്, മരണത്തിന്റെ കെടുതികളിൽ നിന്നൊക്കെ പടച്ചോനെ എനിക്ക് കാവലാകണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഈ അലസത വിടേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയത്. റമദാൻ നമ്മെ കൂടുതൽ ഉന്മേഷവാന്മാരാക്കണം, മനസ്സ് സന്തോഷിക്കാൻ നമുക്ക് കാരണമാകണം. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചത്, ഈ റമദാൻ ഇങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വിളിച്ചു പറയുമെന്നാണ്, യാ ബാഗിയൽ ഖൈർ അക്സിർ, യാ ബാഗിയൽ ശർർ അക്സിർ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യരെ നിങ്ങൾ ധാരാളമായി അത് നിർവഹിക്കുക, തിന്മയിൽ വീണുപോയ മനുഷ്യരെ നിങ്ങൾ അതിനെയും ചുരുക്കി അവസാനിപ്പിക്കുക എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഏഴാം ആകാശത്തിനപ്പുറത്ത് നമുക്ക് വേണ്ടി വിളിച്ചു പറയുമെന്നാണ്. അത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മിലേക്ക് ഇറങ്ങി വരും. അതുപോലെ തന്നെ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. അത്ര മനോഹരമായ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ മാസം കൊണ്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ മാസം കൊണ്ട് നമ്മൾ എന്താ നേടേണ്ടത്? ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുള്ള പേടി, അള്ളാഹിനോടുള്ള ഇഷ്ടം, മഹബത്തൊക്കെ വർദ്ധിപ്പിച്ച് ഒരു കരുതലും ഒരു ദീനിന്റെ ഒരു ചിട്ടയും നമ്മൾ പരലോകത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യം ഒരുക്കി വെക്കുക എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുള്ളത്. നാളെ നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ റമദാൻ കൊണ്ട്, അമലുകൾ കൊണ്ട്, ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയണ്ടേ? അതിനെ പറ്റിയൊരു സാഹചര്യത്തിലാണോ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അള്ളാഹ് നമ്മുടെ ആയുസ് ബാക്കിയാക്കിയത് ഈ വരും ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കാനായിരിക്കുമെന്ന ബോധത്തിൽ നമ്മളൊരു ശ്രമം നടത്തുക. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖുർആൻ പറയാണ്, നാളെ വിചാരണ നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക? യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, നിങ്ങൾ ഈ ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത്, ഇഖ്ലാസോടുകൂടി നിങ്ങൾ എന്താണോ ചെയ്തത്, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ച് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ, അങ്ങനെ നിഷ്കളങ്കമായ ഒരു ഹൃദയവുമായി നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ സ്ഥാനത്തെ കണ്ടുമുട്ടുമെന്ന് ഭയപ്പെട്ട് ജീവിച്ചവർ, അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് അവന്റെ ജീവിതത്തെ അങ്ങനെ കൈയഴിച്ചു വിടാതെ അവന്റെ മനസ്സിനെ നിയന്ത്രിച്ചവൻ ആരാണോ അവൻ വിജയിക്കും. ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, അവർക്കാണ് അല്ലാഹു സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇനി റമദാൻ വരുമ്പോൾ പ്രത്യേകിച്ചും അതൊരു അവസരമാണ് എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുങ്ങുക. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഖദ് ജാഅക്കും ശഹ്റു റമദാൻ, റമദാൻ ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ ബർക്കത്ത് പെയ്യുന്ന ഒരു മാസമാണത്. ഫറളല്ലാഹു അലൈക്കും സിയാമ, നിങ്ങൾക്ക് അള്ളാഹു അതിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇബാദത്ത് എടുക്കാനുള്ള ഒരു ആവേശത്തിന് വേണ്ടി, ഒരു ഉന്മേഷത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആയുസ് നീട്ടിക്കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അമലുകൾ കൊണ്ട് ഇത് സമ്പന്നമാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയുമെന്നാണ്, തൂബാ ലിമൻ ത്വാല ഉംറുഹു, ആയുസ് നീട്ടിക്കിട്ടിയവർക്ക് മംഗളമുണ്ടാവട്ടെ. വഹസുന അമലുഹു, ആയുസ് നീട്ടിക്കിട്ടിയിട്ട് എന്തിനാണ്? ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. തിന്മ ചെയ്യാണ് ആയുസ് നീട്ടിക്കിട്ടുകയും ചെയ്ത് എന്താണ് അയാളുടെ ഭാവി? ഭയങ്കര സങ്കടകരമായിരിക്കും. അപ്പൊ ആയുസ് കിട്ടിയത് കൊണ്ട് നന്മ ചെയ്യാൻ പറ്റുന്നവർക്ക് മംഗളമുണ്ടാവട്ടെ, അവർക്ക് ഹൈറുണ്ടാവട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച ആയിരിക്കുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് ആ കാര്യങ്ങൾ, ഇബാദത്തുകൾ നമ്മൾ എടുക്കുക. ഹിജ്റ 2-ാം വർഷമാണ് റമളാൻ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ നിർബന്ധമാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ 9 റമളാനുകൾ നോമ്പനുഷ്ഠിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫല്യസും. ആരെങ്കിലും ഈ റമളാൻ മാസത്തിൽ ബാക്കിയുണ്ട് എങ്കിൽ, ആയുസ് ലഭിച്ചവരുണ്ട് എങ്കിൽ അവർ നോമ്പെടുക്കട്ടെ എന്നാണ്. മുൻഗാമികൾക്കൊക്കെ നിർബന്ധമാക്കിയതുപോലെ കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മുടെ മുൻഗാമികൾക്കൊക്കെ ഈ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലൊക്കെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നമുക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതാണ്. ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾ നന്നാകാനാണ്, നമ്മൾ മെച്ചപ്പെട്ടവരാകാനാണ്, നമ്മുടെ എല്ലാ മേഖലയും പരിശുദ്ധമാവാനാണ്, അള്ളാഹുവിന് ഭയപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കാനാണ്. അത് നമ്മൾ ഈ നോമ്പ് കൊണ്ട് നേടുക എന്നതാണ് പ്രധാനപ്പെട്ടത്. മുസ്ലിമാണോ അയാൾ നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ്, അയാൾ കഴിഞ്ഞ നോമ്പെടുക്കേണ്ടതില്ല. ഇപ്പോൾ മുസ്ലിമായ സാഹചര്യത്തിലുള്ള നോമ്പ് അയാൾ ഫർളായിട്ട് അനുഷ്ഠിക്കേണ്ടതുണ്ട്. ബുദ്ധിഭ്രംശം ബാധിച്ച ആളുകളുണ്ടാവും, അതിന് കഴിയാത്ത ആലോചനകളോ അത്തരത്തിലുള്ള ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകളൊക്കെ അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്നതാണ്. പ്രായപൂർത്തിയാവുക എന്നത് ഇതിലൊരു പ്രധാനമാണ്. നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരു പ്രായമാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾ അതുകൊണ്ടൊക്കെ നമ്മൾ നോമ്പ് ശീലിപ്പിക്കേണ്ടതുണ്ട്. നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നോമ്പെടുക്കുക എന്നത് ഫർളായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും, മാറാരോഗികളായ ആളുകളുണ്ടാവും, മറ്റു കാരണങ്ങളൊക്കെ ഉണ്ടാവും. നോമ്പെടുക്കാൻ കഴിയില്ല, അവശതയാണ്, അശക്തരാണ്, അവർ നോമ്പ് എടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ അവർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല. അവർ ഫിദിയ കൊടുത്താൽ മതിയാകും. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തു തആമു മിസ്കീൻ. ഒരു പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഫിദിയ എന്ന് പറയുന്നത്. അതിന് ഫിദിയക്ക് ഇമാം ഷാഫി റഹിമഹുള്ളയൊക്കെയാണ് മുദ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആനിലോ ഹദീസിലോ അത്തരം വാക്കില്ല. ഫിദിയ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഖുർആൻ പറഞ്ഞു, നന്നാക്കി കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യട്ടെ എന്നുള്ളതാണ്. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം വ്യത്യസ്തമായിരിക്കും. പല രൂപത്തിൽ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. പലരും അതിൻ്റെ പണം കൊടുക്കാറുണ്ട്. പണം കൊടുക്കുന്നതുകൊണ്ട്, പണം കൊടുക്കാനല്ല പറഞ്ഞത്, ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞത്. ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അത് അരി മാത്രം കൊടുത്താൽ മതിയാവില്ല. അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തവർ ഭക്ഷണത്തിന്റെ വിഭവങ്ങൾ ഒന്നിച്ച് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അരിയും അതിക്ക് കൂട്ടാനും ഒക്കെ ചേർത്തുള്ള ഒരു ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ വാങ്ങിക്കൊടുക്കുകയായിരിക്കും ഏറ്റവും ഹൈർ. ഇനി അതല്ല, അതിന് സാധിക്കാത്തവർ അതിൻ്റെ പണം അത്തരം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഏൽപ്പിച്ച് പാവങ്ങൾക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ചെയ്യാനുള്ളത്. ഇനി രോഗാവസ്ഥയിലാണ് അല്ലെങ്കിൽ യാത്രയിലാണ്, രോഗമുണ്ട്, എന്നാൽ രോഗം സുഖപ്പെട്ടാൽ അയാളത് നോമ്പിന്റെ സമയത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നോറ്റുവീട്ടണം. യാത്രക്കാർ ബുദ്ധിമുട്ടായി നോമ്പ് നോൽക്കേണ്ടതില്ല. അവർ പിന്നീട് മറ്റൊരവസരത്തിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതിയാകും. ഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊരു സമയത്ത് നിങ്ങൾ നോറ്റുവിട്ടുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈള്, നിഫാസ്, ആർത്തവവും അതുപോലെ തന്നെ പ്രസവ സംബന്ധമായ സമയത്തൊക്കെ അവർക്ക് മാനസികമായും ശാരീരികമായൊക്കെ തളർച്ചകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അവർ ആ സമയത്ത് നോമ്പെടുക്കേണ്ടതില്ല, അത് പിന്നീട് നോറ്റ് വീട്ടേണ്ടതുണ്ട്. എന്നാൽ നമസ്കാരം, ആ സമയത്ത് നമസ്കാരം അവർ വീട്ടേണ്ടതില്ല എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. ആർത്തവ സമയത്തൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമൊക്കെ അവർക്ക് അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതുകൊണ്ട് തടസ്സമില്ല എന്ന് ആധുനിക പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗർഭിണികളായവർ, മുലയൂട്ടുന്നവർ, അവർക്കൊക്കെ ഇളവുണ്ട്. പക്ഷെ അവർ പിന്നീട് അത് നോറ്റുകൂട്ടണം. എന്നാൽ ചില ആളുകൾക്ക് അത്തരം നോറ്റുകൂട്ടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് ഫിദിയ നൽകിയാൽ മതിയാകുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോമ്പിന്റെ ഫർളുകൾ എന്താണ്? നിയ്യത്ത് വളരെ നിർബന്ധമാണ്. ഫജ്റിന്റെ മുമ്പായിട്ട് നമ്മൾ നിയ്യത്ത് വെക്കണം. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പാണെങ്കിൽ നമുക്ക് ഫജ്ർ കഴിഞ്ഞാലും നിയ്യത്ത് വെക്കാം. പക്ഷെ ഫർള് നോമ്പിന് നമ്മൾ ഫജ്റിന്റെ മുമ്പ് തന്നെ നോമ്പിന്റെ നിയ്യത്ത്
വെക്കേണ്ടതുണ്ട്. അപ്പം നിയ്യത്ത് അത് ചൊല്ലി പറയേണ്ടതില്ല. അത് മനസ്സിൽ പ്രസക്തമായ ഒരു ബോധമായി നമ്മുടെ നിയ്യത്തായിട്ട് ഉണ്ടാകണം. അള്ളാഹുവിന് വേണ്ടി ഈ പരിശുദ്ധ റമളാനിലെ നോമ്പ് നോൽക്കുന്നു എന്ന് നമ്മുടെ മനസ്സിൽ നല്ലൊരു വിചാരം നിയ്യത്തുണ്ടായാൽ മതിയാകും. നോമ്പ് മുറിഞ്ഞു പോകുന്ന കാരണങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നോമ്പിന്റെ സമയത്ത് ലൈംഗിക ബന്ധം നിഷിദ്ധമാണ്, പാടില്ല. മറ്റ് സന്ദർഭങ്ങൾ രാത്രികളിൽ നോമ്പ് വീട്ടിയതിനു ശേഷം അവർക്കതാകാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും സംയോഗം സംഭവിച്ചാൽ തന്നെ ആ നോമ്പ് നോറ്റുവിട്ടണം. മാത്രമല്ല അതിന് വളരെ ഗൗരവത്തിലുള്ള പ്രായശ്ചിത്തം പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. അത് നിർവഹിച്ചാൽ മാത്രമേ ആ ബാധ്യത വീടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലൈംഗികമായ മറ്റ് ചേഷ്ടകൾ, വിചാരങ്ങൾ, കൃത്രിമമായ സ്ഖലനങ്ങൾ സംഭവിക്കാനുള്ള കാഴ്ചകൾ, കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ രാത്രിയിൽ ഒരാൾ ജനാപത്തുകാരനാണ്, അയാൾക്ക് ജനാപത്തുകാരനായിക്കൊണ്ട് നോമ്പിൽ പ്രവേശിക്കാം. പക്ഷേ സുബഹി നമസ്കാരത്തിന് മുമ്പായി അയാൾ കുളിക്കുകയും ജനാപത്തിൽ നിന്ന്, വലിയ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയാവുകയും ചെയ്തതിന് ശേഷമേ നമസ്കരിക്കാൻ പാടുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കുക. മനഃപൂർവമായ ഛർദി, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നോമ്പ് മുറിയും. സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നോമ്പ് മുറിഞ്ഞു പോവുകയുമില്ല. തിന്നുക, കുടിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പോഷണം കിട്ടുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷനുകളോ മറ്റു മരുന്നുകളോ ഒക്കെ നമ്മൾ കയറ്റുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നോമ്പ് മുറിഞ്ഞു പോകും, ബാത്തിലായി പോകും. മറന്നു പോകുന്നത്, മറവി ഒരു കുറ്റകരമല്ലാത്ത കാര്യമാണ്, സംഭവിച്ചു പോകാം. അതുകൊണ്ട് നോമ്പ് മുറിഞ്ഞു പോവുകയില്ല. നമുക്ക് നോമ്പുകാരനായിരിക്കെ ചില കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. ഒരാൾക്ക് ചിലപ്പോൾ ജീവൻ രക്ഷാ മരുന്നുകൾ എടുക്കേണ്ടി വന്നേക്കാം. ഇൻസുലിൻ സ്ഥിരമായി എടുക്കുന്ന ആളുകളുണ്ടാവും. മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് ഇൻസുലിൻ, വാക്സിൻ, ഇൻഹീലറൊക്കെ പോലെയുള്ള സംഗതികളൊക്കെ അയാൾക്ക് എടുക്കാമെന്നാണ് ആധുനിക പണ്ഡിതന്മാർ പറയുന്നത്. പല്ല് പറിക്കുക, അതുപോലെ നിർബന്ധിത ഒരവസ്ഥയിൽ നമുക്ക് രക്തം ദാനം ചെയ്യുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മൂക്കിലൊക്കെ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അത് നമ്മുടെ വായിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സുറുമ ഇടുന്നോണ്ട് കുഴപ്പമില്ല. തൊലിപ്പുറത്ത് നമ്മൾ എന്തെങ്കിലും മരുന്നോ മറ്റോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കൊണ്ട് കുഴപ്പമില്ല. പകൽ നമുക്ക് അമിതമായ ചൂടോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരീരം തണുപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം, കുളിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ ഇഖ്ലാസാണ്. നിഷ്കളങ്കമായി നോമ്പിലേക്ക് പ്രവേശിക്കുക. അത്താഴം അത് പരമാവധി വൈകിപ്പിക്കാനാണ് പറഞ്ഞത്. ഒരു 60 ആയത്ത് ഓതാനൊക്കെയുള്ള സമയം, അരമണിക്കൂർ സമയത്ത് ഒരു ഗ്യാപ്പ് മതിയാകും. നേരത്തെ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല, പക്ഷെ അത് വൈകിപ്പിക്കലാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. നോമ്പ് ധൃതിയിൽ പങ്കൊടുത്താൽ, സമയമായാൽ നോമ്പ് മുറിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്ന ദുആ നമ്മൾ പ്രാർത്ഥിക്കുക. ക്ഷമയോടെ, ഖുർആൻ പഠനത്തോടെ, പാരായണത്തോടെ, പ്രാർത്ഥനയോടെ, സദഖകളോടെ, ഇത്തികാഫോടുകൂടിയൊക്കെ നമ്മൾ ഈ റമളാനിനെ ഉപയോഗപ്പെടുത്താനുള്ളൊരു ചാർട്ട്, ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക. ആ നിലയ്ക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈ റമളാൻ നമുക്ക് മനോഹരമാക്കി മാറ്റാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും ലഭിക്കും. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണം റഹ്മാനെ. സ്വസ്ഥതയും സമാധാനവും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആഫിയത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സാമ്പത്തിക രംഗത്ത് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്ന് കാണിച്ചു തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും പരീക്ഷകളിലും ജോലികളിലും കച്ചവടത്തിലും കുടുംബജീവിതത്തിലും യാത്രകളിലും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റമളാനിന്റെ പുണ്യം കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാ ദോഷങ്ങളും
ഞങ്ങൾക്ക് നീ പുറത്ത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ധാരാളം ആളുകൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. വീടുകളിൽ പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ട്. ശ്വാസ തടസ്സം പോലെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അനാരോഗ്യം കൊണ്ട് അവശത കൊണ്ട് കിടപ്പിലായ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. പള്ളിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് കഴിയുന്നവരുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, അവർ നല്ല ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ, അല്ലാഹുമ്മ അർഹം ലനാ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ ർസുഖ് ലനാ യാ ഖൈറർ റാസിഖീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.